ഞങ്ങൾ ആർട്ടിസ്റ്റ് ഫാൻ നോക്കാ ഞങ്ങളെല്ലാരും ഞങ്ങളൊക്കെ ഒരു ജോയിന്റ് ആയത് ഞങ്ങളൊക്കെ ഭയങ്കര കൊച്ചിൻ ഹനീഫ ഫാനായിരുന്നു. എടാ പെരിങ്ങണ്ടൂർ സിറ്റിയുടെ ഇതാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഞാൻ രാഹുൽ ഞങ്ങൾ മൂന്നുപേരും കൂടി ഈ പരിപാടി തുടങ്ങിയതിന്റെ പിന്നിൽ റീസൺ ഞങ്ങള് സംസാരിക്കുന്ന വിഷയങ്ങള് കൊച്ചിൻ ഹനീഫ പടങ്ങളുടെ സീനുകള് ഞങ്ങള് ഇങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ട് അഭിനയിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ സീൻ ഇംപ്രവൈസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ കൊച്ചി ഹനീഫയുടെ സീനുകൾ അഭിനയിക്കുകയാണെങ്കിൽ ഡയലോഗുകൾ ആളെക്കാൾ കൂടുതൽ നമ്മൾ ഇയാളെ ശ്രദ്ധിക്കും. ഇയാൾ അങ്ങനെയാണ്, ഇയാളുടെ നേച്ചർ അങ്ങനെയാണ്. നമ്മൾ എല്ലാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചിൻ ഹനീഫയുടെ സീൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ പെട്ടെന്ന് എടുത്ത് പറയാൻ ഒന്നും വേണ്ടിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഏതെങ്കിലും ഒരു epic ആയിട്ട് തോന്നിയ ഒരു സുന്ദര സംഭവം. പുരുഷനില് മറ്റേ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് മറ്റേ ഇവര് വർത്താനം പറയുമ്പോ മറ്റേ വരാന്തയിൽ പിന്നെ തൂണിന്റെ അവിടെ ഇവിടെ ഡയലോഗ് തൂണിന്റെ അവിടെ ഇങ്ങനെ കൈ വയ്ക്കുമ്പോ ഇങ്ങനെ പോയി തിരിച്ചു വരും. തൂണില്ല. അതുപോലെ ക്ലാസ്സിൽ എനിക്കുന്നത് പിന്നെ പെട്ടെന്ന് പറയാൻ സാധനം വെച്ചാൽ മറ്റേ ഇടി നടക്കുന്ന സമയത്ത് കൊച്ചി ഹനീഫ ഇങ്ങനെ മറ്റേ കവലയിൽ ഒരു തിളക്കത്തിൽ എല്ലാവരും അലമ്പായി നിൽക്കുന്ന സമയത്ത് നെടുമുടിയുടെ വന്നിട്ട് ഭാസ്കർ എന്ന മാസ്റ്റർ എന്നുണ്ടാക്കുന്നത്. അതുപോലെ സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് എല്ലാവരും സൈഡിൽ കയറിയപ്പോ ആള് മാത്രം ഇറങ്ങിയിട്ട് ഗാന്ധിജിക്ക് ഒരു സല്യൂട്ട് കൊടുക്കും. അതൊന്നും അതിനെ പറയണെന്ന് അറിയോ, അത് അവിടെ ഡയലോഗ് ഉള്ളവരുണ്ട്. പക്ഷെ ഇയാളൊരു പക്ഷെ ആദ്യമായിട്ടായിട്ട് ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ കൊച്ചിൻ ഹനീഫിനെ കുറിച്ച് ഇത്രത്തോളം ഒരാള് പറയുന്നത് ഞങ്ങളുടെ മൂന്നുപേര് കൂടുമ്പോ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ മമ്മൂട്ടി ഇല്ല, മോഹൻലാൽ ഇല്ല, ദിലീപ് ഇല്ല, ഇവിടെ ഒരു മനുഷ്യല്ല. കൊച്ചി ഹനീഫ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാള് പറയുന്നത് കൊച്ചി ഹനീഫയുടെ ഡൈ ഹാർഡ് ഫാൻസ്. അതായത് സത്യം ഒരിക്കലും മലയാളത്തിൽ എല്ലാരും പറയും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നാട് ഇവരാണ്. ഇയാൾക്കാണ് സത്യത്തിൽ റീപ്ലേസ്മെന്റ് കിട്ടാത്തത്. എനിക്ക് എല്ലാ സീനിലെ ഡയലോഗ് വരെ നീന്താ അറിയാത്ത ആക്ഷൻ കാണിക്കാൻ പറ്റുമോ? എനിക്ക് അയാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഇയാള് ഭയങ്കര എന്താ വെച്ചാൽ ഭയങ്കര റോ ടാലന്റ് എന്ന് പറഞ്ഞത്.